ഇന്ത്യയിലെ മോദിയുടെ സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന നഗ്നമായ ഭരണഘടനാ ലംഘനം, വോട്ടുകൊള്ള എത്ര വലിയ തോതിലാണ് എന്നുള്ളത് ഞെട്ടലോടെയാണ് ഇന്ത്യക്കാർ മനസ്സിലാക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ നേരിട്ട് വോട്ട് അട്ടിമറിക്കുന്നത് നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഇലക്ഷൻ കമ്മീഷൻ നേരിട്ട് വോട്ടുകൊള്ള നടത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനുശേഷം ഈ വോട്ടുകൊള്ള പിടിക്കപ്പെട്ട് അതിനെതിരെ കേസ് വന്നപ്പോൾ വേണ്ട രേഖകൾ കൊടുക്കണം എന്ന് അന്വേഷണ ഏജൻസികൾ ആവശ്യപ്പെട്ടപ്പോൾ അതിന് യാതൊരു മറുപടിയും നൽകാതെ, വേണ്ട രേഖകൾ നൽകാതെ വർഷങ്ങളായി മിണ്ടാതെ ഇരിക്കുക എന്ന് പറയുമ്പോൾ എത്ര ഭീകരമാണ് കാര്യങ്ങളെന്ന് ഓർക്കണം. മോദിയുടെ സെലക്ഷൻ കമ്മീഷൻ നേരിട്ട് നടത്തുന്ന വോട്ടുകൊള്ളയുടെ രണ്ടാമത്തെ സംഭവമായാണ് രാഹുൽ ഗാന്ധി ഇന്ന് ലൈവായി മാധ്യമങ്ങളുടെ മുന്നിൽ എത്തിയത്. അദ്ദേഹം വ്യക്തമായ തെളിവുകളോടെ മോദിയുടെ ചീഫ് സെലക്ഷൻ കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ നേരിട്ട് ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ്. ഈ ഞെട്ടിപ്പിക്കുന്ന ഇലക്ഷൻ കമ്മീഷന്റെ അട്ടിമറി അദ്ദേഹം വെളിപ്പെടുത്തിയത് എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കാം. ഒരു മാസം മുൻപ് രാഹുൽ ഗാന്ധി വോട്ടുകൊള്ള വെളിപ്പെടുത്തി നടത്തിയ പത്രസമ്മേളനത്തിൽ ബാംഗ്ലൂർ സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ള മഹാദേവ്പുര നിയമസഭാ മണ്ഡലത്തിൽ മാത്രം 1,00,000-ലധികം കള്ളവോട്ടുകൾ കൂട്ടിച്ചേർത്തതാണ് വ്യക്തമാക്കിയത്. എന്നാൽ ഇന്നലെ നടത്തിയ പത്രസമ്മേളനത്തിൽ രണ്ടാമത്തെ രീതിയിലുള്ള വോട്ടുകൊള്ള എങ്ങനെയാണ് നടത്തുന്നത് എന്നാണ് അദ്ദേഹം തെളിവുകൾ സഹിതം വ്യക്തമാക്കിയത്. കർണാടകത്തിലെ തന്നെ അലന്ത് നിയമസഭാ മണ്ഡലത്തിൽ വോട്ടേഴ്സിനെ ലിസ്റ്റിൽ നിന്ന് ഡിലീറ്റ് ചെയ്തതാണ് അദ്ദേഹം ഇവിടെ വെളിപ്പെടുത്തിയത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹം വോട്ടുകൊള്ളയുടെ ഹൈഡ്രജൻ ബോംബ് വലിയ താമസിയാതെ പൊട്ടിക്കുമെന്നും അതോടെ മോദിയുടെയും കൂട്ടരുടെയും വള്ളി കീറും എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. എന്നാൽ ഇന്നലെ അദ്ദേഹം വെളിപ്പെടുത്തിയത് ഈ ഹൈഡ്രജൻ ബോംബ് അല്ല, മറിച്ച് അതിന്റെ ഒരു ട്രെയിലർ മാത്രമായിരുന്നു. First of all, this is not the H-bomb. H-bomb is coming. അതായത് ഇത് വെറുമൊരു ട്രെയിലർ മാത്രമാണ്. ഹൈഡ്രജൻ ബോംബ് ഏറ്റവും വലിയ വോട്ടുകൊള്ള വെളിപ്പെടുത്തുന്നത് വരുന്നതേ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ വെളിപ്പെടുത്തലിന് അദ്ദേഹം പേരിട്ടത് ദ അലന്ത് ഫയൽസ് എന്നാണ്. ഇന്ത്യയിൽ മതവിദ്വേഷം, മുസ്ലിം വിദ്വേഷം ആളിക്കത്തിക്കുന്നതിനു വേണ്ടി മതഭ്രാന്ത് പിടിച്ച ഭ്രാന്തൻ സംഘി വിവേക് അഗ്നിഹോത്രി പടച്ചുവിട്ട വിദ്വേഷ സിനിമകളായ കാശ്മീർ ഫയൽസ്, ബംഗാൾ ഫയൽസ് തുടങ്ങിയ സിനിമകളുടെ പേരിന്റെ ചുവട് പിടിച്ചാണ് ഈ വലിയ വോട്ടുകൊള്ളയ്ക്ക് ഇത് അലന്ത് ഫയൽസ് എന്ന് രാഹുൽ ഗാന്ധി പേരിട്ടത്. അദ്ദേഹം തുടങ്ങിയത് തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ വോട്ടുകൊള്ള നടത്തുന്നവരെ നേരിട്ട് സംരക്ഷിക്കുന്നതിന് നിഷേധിക്കാനാവാത്ത തെളിവുണ്ട് എന്ന് പറഞ്ഞായിരുന്നു. ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നേരിട്ട് കൊള്ള നടത്തുന്നവരെ സംരക്ഷിക്കുന്നത്. So I'm going to make a claim here, very strong claim about CEC Gyanesh Kumar, and this is not something I'm saying lightly. I'm the leader of the opposition in the Lok Sabha. This is something I'm saying after solid proof that I'm going to show you, proof that is black and white, absolutely clear, that the Chief Election Commissioner of India is protecting the people who have destroyed Indian democracy. പരസ്യമായിട്ട് ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്കെതിരെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് പൊതുവേദിയിൽ പത്രസമ്മേളനത്തിൽ വെച്ച് അയാളാണ് വോട്ടുകൊള്ള നടത്തുന്നവരെ നേരിട്ട് സംരക്ഷിക്കുന്നത് എന്ന് പറയണമെങ്കിൽ അതിന് കൃത്യമായ തെളിവുകൾ ഉണ്ടായിട്ടായിരിക്കുമെന്ന് 100% ഉറപ്പിക്കാം. അതുപോലെ അദ്ദേഹം പറഞ്ഞത് ഇക്കാര്യങ്ങൾക്ക് 101% തെളിവുണ്ട് എന്നാണ്. ഭരണഘടനാ സ്ഥാപനമായ ഇലക്ഷൻ കമ്മീഷന്റെ ചീഫിനെതിരെ പരസ്യമായി അയാളാണ് വോട്ടുകൊള്ളക്കാർക്ക് സംരക്ഷണമായി നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നത് തെറ്റാണെങ്കിൽ ഇലക്ഷൻ കമ്മീഷണർക്കും ഇലക്ഷൻ കമ്മീഷനും അദ്ദേഹത്തിനെതിരെ സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്യാം. അദ്ദേഹം ഉന്നയിച്ച ആരോപണം തെറ്റാണെങ്കിൽ സ്വന്തം പദവിയിൽ നിന്ന് ഒഴിപ്പിക്കാൻ സാധിക്കും. അതിൽ നിന്ന് തന്നെ വ്യക്തമാണല്ലോ എത്രത്തോളം ഉറപ്പോടുകൂടിയാണ്, എത്രത്തോളം തെളിവുകളുടെ പിൻബലത്തോടെയാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ ഉന്നയിക്കുന്നത് എന്ന്. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഏതോ ഒരു ഗ്രൂപ്പ് സിസ്റ്റമാറ്റിക്കലി ആളുകളെ ഇന്ത്യയിലെമ്പാടും ലക്ഷക്കണക്കിന് ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുന്നു. ഇത് ചെയ്യുന്നത് ഏതോ ഒരു വ്യക്തിയോ 2-3 പേർ ചേർന്നോ അല്ല, മറിച്ച് ഇതിനു പിന്നിൽ വലിയ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഒരു ഫാക്ടറി ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. In election after election, someone, some force, some group of people has been systematically targeting millions of voters for deletion across India. അതായത് വലിയ ഒരു നിയമവിരുദ്ധ സംവിധാനം ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു വലിയ കോൾ സെന്റർ പോലെ, BJPയുടെ IT സെൽ പോലെ എന്നർത്ഥം.
ഇത്തരത്തിൽ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യപ്പെടുന്നത് പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെടുന്ന, ദളിത് വിഭാഗങ്ങളിൽപ്പെടുന്ന, ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെടുന്ന, ആദിവാസി വിഭാഗങ്ങളിൽപ്പെടുന്ന, OBC വിഭാഗത്തിൽപ്പെടുന്ന, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കോൺഗ്രസ് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന ആളുകളുടേതാണ്. Different communities, mainly communities that are voting for the opposition, Dalits, Adivasis, minorities, OBCs are specifically targeted. ഇതിനുവേണ്ടി മാത്രമായി വലിയൊരു സംവിധാനം, വലിയൊരു ഫാക്ടറി ഇന്റർനെറ്റിന്റെ മറവിൽ പ്രവർത്തിക്കുകയാണ്. ഇത് വർഷങ്ങളായി നടന്നു വരുന്ന പ്രക്രിയയാണ്. ഈ സ്റ്റേജിൽ വെച്ച് 100% തെളിവില്ലാതെ താൻ ഒന്നും വെളിപ്പെടുത്താൻ മുതിരുകയില്ല എന്ന് അദ്ദേഹം തുറന്നു വ്യക്തമാക്കി. Please understand, I am not going to say anything on this stage that is not backed up by 100% proof. ഇന്ത്യയിലെ ആളുകൾക്ക്, യുവജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയ 100% വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇത് പറയുന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലാവും എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. കർണാടകത്തിലെ അലന്ത് നിയമസഭാ മണ്ഡലത്തിൽ ഏതോ ഒരു നിഗൂഢ ശക്തി, ഏതോ ഒരു നിഗൂഢ ഗ്രൂപ്പ് 6018 വോട്ടുകൾ ഡിലീറ്റ് ചെയ്യാൻ ശ്രമം നടത്തി. എന്നാൽ അവരുടെ ഈ ശ്രമം പിടിക്കപ്പെട്ടു. ഈ ശ്രമം നടത്തിയത് കർണാടകത്തിൽ നിന്നുള്ള ആളുകളല്ല, മറിച്ച് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിവിധ ഫോൺ നമ്പറുകൾ ഉപയോഗിച്ച് ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ നേരിട്ട് വോട്ടുകൾ ഡിലീറ്റ് ചെയ്യുന്നതിനുള്ള പത്രിക സമർപ്പിച്ചാണ് ഈ കൊള്ളസംഘം ഈ ശ്രമം നടത്തിയത്. അതായത് ഓർക്കണം, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിവിധ ഫോൺ നമ്പർ ഉപയോഗിച്ച് ബൾക്കായി കർണാടകത്തിലെ ഈ മണ്ഡലത്തിലെ 6018 വോട്ടുകൾ ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് വിവിധ ഫോൺ നമ്പറുകൾ ഉപയോഗിച്ച് OTP കരസ്ഥമാക്കി ഡിലീറ്റ് ചെയ്യാൻ വലിയ കവർച്ചാശ്രമമാണ് നടത്തിയതെന്ന്. ഇവിടെ എത്രമാത്രം വോട്ടുകൾ ഡിലീറ്റ് ചെയ്തു എന്നുള്ളതിന്റെ വ്യക്തമായ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. ആക്ച്വലായി ഡിലീറ്റ് ചെയ്ത വോട്ടുകൾ ഇതിനും വളരെ കൂടുതൽ ആയിരിക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. 2023 കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ഈ വലിയ ശ്രമം നടന്നത്. We don't know the total number of votes that were deleted in Anand in the 23 election. They are much higher than 6018, but somebody got caught deleting 6018 votes. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ എത്ര പേരെ കൊല ചെയ്തു എന്നുള്ളത് വ്യക്തമായി അറിയില്ല. പക്ഷേ 6018 പേരെ കൊലപ്പെടുത്താനുള്ള ശ്രമം കയ്യോടെ പിടിച്ചതിനാൽ അത് കൊലപാതക ശ്രമം മാത്രമായി കലാശിച്ചു. ഈ കൊലപാതക ശ്രമം കണ്ടുപിടിച്ചത് അവിചാരിതമായാണ്, യാദൃശ്ചികമായാണ്. കാരണം അവിടെയുള്ള ഒരു BLOയുടെ അമ്മാവനെ ഇത്തരത്തിൽ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുകയും അത് ഈ BLO നോട്ട് ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണ് ഇത് പിടിക്കപ്പെടുവാൻ ഇടയായത്. അങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഇത് വെളിച്ചത്ത് വരില്ലായിരുന്നു. And it was caught, like most crimes, by a coincidence. What happened was, the booth level officer there noticed that her uncle's vote was deleted. And so she checked who deleted her uncle's vote, and she found that it was a neighbor. Padosi ne uncle ka vote delete kiya tha. പിന്നീട് അന്വേഷിച്ചപ്പോൾ ഈ ഡിലീറ്റ് ചെയ്യപ്പെട്ട ആളുടെ അയൽവാസിയാണ് അദ്ദേഹത്തിന്റെ വോട്ട് ഡിലീറ്റ് ചെയ്തത് എന്നാണ് കണ്ടെത്തിയത്. എന്നാൽ അയൽവാസിയോട് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ താൻ അങ്ങനെയൊരു ആപ്ലിക്കേഷൻ സമർപ്പിക്കുകയോ അതിനെക്കുറിച്ച് തനിക്ക് യാതൊരു വിവരവും ഇല്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. അതായത് ആ അയൽവാസിയുടെ പേരും ഐഡന്റിറ്റിയും ദുരുപയോഗിച്ച് ഈ കൊള്ളസംഘം ഈ BLOയുടെ അമ്മാവന്റെ പേര് ഡിലീറ്റ് ചെയ്തു. അങ്ങനെ ഇത് വെളിച്ചത്ത് വന്നു. വോട്ടർമാരാണെന്നുള്ള വ്യാജേന ഏതോ ഒരു കൊള്ളസംഘം ഇത്രയും ആളുടെ പേരുകൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള അപേക്ഷ ഓൺലൈനിൽ സമർപ്പിച്ചു. അതിനുപയോഗിച്ച ഫോൺ നമ്പറുകൾ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളതായിരുന്നു, കർണാടകത്തിൽ നിന്നുള്ളതല്ലായിരുന്നു. ഇങ്ങനെ നീക്കം ചെയ്യാൻ ശ്രമിച്ചത് കോൺഗ്രസിന് ഭൂരിപക്ഷം ലഭിക്കുന്ന വലിയ മുൻതൂക്കമുള്ള 8 ബൂത്തുകളിൽ നിന്നായിരുന്നു. ഇത് നേരിട്ട് ഏതോ വ്യക്തികൾ ഫയൽ ചെയ്തതല്ല, മറിച്ച് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഓട്ടോമേറ്റഡ് ആയി ഫയൽ ചെയ്തതാണ്. അതിന്റെ ഉദാഹരണമായി അദ്ദേഹം ആദ്യം കാണിച്ചത് കർണാടകയിൽ നിന്നുള്ള ഈ നിയോജക മണ്ഡലത്തിലെ 63 വയസ്സുള്ള ഗോദഭായ് എന്നു പേരുള്ള ഒരു സ്ത്രീയുടെ ഐഡന്റിറ്റി ദുരുപയോഗിച്ച് 12 പേരെ നീക്കം ചെയ്യാൻ അപേക്ഷ സമർപ്പിച്ചതാണ്. ഇവിടെ മുകളിൽ ഇതിന് അപേക്ഷ സമർപ്പിച്ച ഗോദഭായിയെയും അവർ നീക്കം ചെയ്യാനായി ഫോം സമർപ്പിച്ച 12 പേരുടെ കൃത്യമായ വിവരങ്ങൾ കാണിച്ചിരിക്കുന്നു. എന്നാൽ ഗോദഭായിക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയയുമില്ല. കാരണം അവരല്ല ഇത് ചെയ്തത്. അവർ ഇത് പറയുന്നതും ഇവിടെ അദ്ദേഹം മാധ്യമങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിച്ചു. അവർ പറയുന്നത്
ഞാനിങ്ങനെ ചെയ്തിട്ടില്ല, എനിക്ക് അറിയില്ല ആരാണ് എൻ്റെ പേര് ദുരുപയോഗം ചെയ്ത് എൻ്റെ ഐഡന്റിറ്റി ഉപയോഗിച്ച് ചെയ്തത് എന്ന് അറിയില്ല എന്നാണ്. എന്ന് മാത്രവുമല്ല, ഏതോ ഗ്രാമപ്രദേശത്തു നിന്നുള്ള പ്രായം ചെന്ന ഒരു സ്ത്രീയാണ് ഇവർക്ക് ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യാനോ ഇത്തരം ആപ്ലിക്കേഷൻ പൂരിപ്പിക്കാനോ ഉള്ള യാതൊരു അറിവും ഉണ്ടാവാൻ ഇടയില്ല എന്നും നമുക്ക് വ്യക്തമാണ്. അതിനുവേണ്ടി ഉപയോഗിച്ച സെൽഫോൺ നമ്പറുകളാണ് ഇത്. ഈ വിവിധ സെൽഫോൺ നമ്പറുകൾ ഉപയോഗിച്ചാണ് OTP കരസ്ഥമാക്കി ഇവരുടെ വോട്ടുകൾ ഡിലീറ്റ് ചെയ്യാൻ ശ്രമിച്ചത്. ഇതൊന്നും കർണാടകയിൽ നിന്നുള്ള ഫോൺ നമ്പറുകൾ അല്ല. ആരുടെ ഫോൺ നമ്പറുകൾ ആണ്, എവിടെ നിന്നാണ് എന്നുള്ളത് ആർക്കും അറിയില്ല. ഇത് ആരുടെ ഫോൺ നമ്പറുകൾ ആണ്, ഇവർ എങ്ങനെയാണ് ഇതിന് ശ്രമിച്ചത്, എവിടെ നിന്നുള്ള ആളുകളാണ്, ഏത് ഗ്രൂപ്പാണ് ഇതിന്റെ പിന്നിൽ? ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ ശരിക്കും അദ്ദേഹം ഇവിടെ തെളിയിച്ചു തരികയാണ്. സൂര്യകാന്ത് എന്ന വോട്ടർ 14 മിനിറ്റിനുള്ളിൽ 12 പേരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള അപേക്ഷ ഓൺലൈനായി ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ സമർപ്പിക്കുകയാണ്. എന്നാൽ ഇത് ചെയ്തത് സൂര്യകാന്ത് അല്ല. അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല. ഈ സൂര്യകാന്തിനെയും ഇദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി ഉപയോഗിച്ച് നീക്കം ചെയ്യാൻ ശ്രമിച്ച ഒരു വോട്ടറെയും അദ്ദേഹം ലൈവായി ഈ പത്രസമ്മേളനത്തിൽ മാധ്യമങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നു എന്നുള്ളതും ഓർക്കണം. 14 മിനിറ്റിനുള്ളിൽ 12 ഡിലീഷൻ ഫോമുകൾ ഓൺലൈനായി എങ്ങനെയാണ് ഫിൽ ചെയ്യുക? അതും ഈ സൂര്യകാന്ത് എന്ന് പറയുന്ന വ്യക്തിക്ക് ഇതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല. അദ്ദേഹം ഇങ്ങനെ ചെയ്തിട്ടില്ല എന്ന് ലൈവായി സ്റ്റേജിൽ വന്ന് പറയുക. അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി ദുരുപയോഗം ചെയ്ത് ഡിലീറ്റ് ചെയ്യാൻ ശ്രമിച്ച ബബിത ചൗധരിയും ആണ് സ്റ്റേജിൽ വരുന്നത്. അദ്ദേഹം പറയുന്നത് തന്റെ ഐഡന്റിറ്റി ഉപയോഗിച്ച് ആരോ 12 പേരുടെ വോട്ടുകൾ ഡിലീറ്റ് ചെയ്യാൻ പരിശ്രമിച്ചു. ഈ നിൽക്കുന്ന ബബിത ചൗധരിയുടെ ഉൾപ്പെടെ. അദ്ദേഹം അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല എന്നാണ്. ഇനി മൂന്നാമത്തെ എക്സാമ്പിൾ, നാഗരാജ് എന്ന് പറയുന്ന വ്യക്തിയുടെ പേരിൽ 2 ഡിലീഷൻ ഫോമുകൾ സബ്മിറ്റ് ചെയ്തത് 36 സെക്കൻഡ് ഇടവേളയിലാണ്. മനുഷ്യനെ കൊണ്ട് അസാധ്യമായ കാര്യമാണ് ഇത്. 36 സെക്കൻഡിനുള്ളിൽ ഓൺലൈനിൽ 2 ഡിലീഷൻ ഫോമുകൾ ഫിൽ ചെയ്ത് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളത്. ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇത് ചെയ്തത് വ്യക്തികളല്ല, മറിച്ച് ചാര സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് എന്നുള്ളത്. അതും അതിലെ വളരെ രസകരമായ മറ്റൊരു കാര്യം, ഈ നാഗരാജ് വെളുപ്പിന് 4 മണിക്കാണ് 36 സെക്കൻഡിനുള്ളിൽ 2 പേരുടെ വോട്ടുകൾ ഡിലീറ്റ് ചെയ്യാനുള്ള ഫോം 7 പൂരിപ്പിച്ച് സബ്മിറ്റ് ചെയ്യുന്നത്. ഇത് ചെയ്യുന്നത് വളരെ കേന്ദ്രീകൃതമായ രീതിയിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ സോഫ്റ്റ്വെയർ വഴിയാണ് എന്ന് വളരെ വ്യക്തമാണല്ലോ. കർണാടക CID ഇതിനെതിരെ FIR സമർപ്പിക്കുകയും ഇതിന്മേൽ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. ആരാണ് ഈ ഡിലീഷൻ ആപ്ലിക്കേഷൻ സമർപ്പിച്ചത്? ഏത് സംസ്ഥാനത്ത് നിന്നാണ് ഇത് ഉത്ഭവിച്ചത്? ഏത് IP അഡ്രസ്സിൽ നിന്നാണ് ഇങ്ങനെ ലോഗിൻ ചെയ്തത്? ഈ ഡിവൈസുകളുടെ ഡെസ്റ്റിനേഷൻ പോർട്ട് നമ്പറുകൾ എന്താണ്? ഇതിനുപയോഗിച്ച OTP ലഭിച്ച ഫോണുകളുടെ ഉടമസ്ഥർ ആരാണ്? തുടങ്ങിയ വിവരങ്ങൾ കൈമാറണം എന്ന് ആവശ്യപ്പെട്ടാണ് ഈ കേസ് അന്വേഷിക്കുന്ന കർണാടക CID 18 മാസങ്ങളായി 18 വിവിധങ്ങളായ ലെറ്ററുകൾ ഇലക്ഷൻ കമ്മീഷന് സമർപ്പിച്ചത്. എന്നാൽ ഇതുവരെയും ഈ വിവരങ്ങൾ നൽകാൻ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറായില്ല. ഇതിൽ നിന്ന് തന്നെ 100% 1000% വ്യക്തമാണല്ലോ ഇലക്ഷൻ കമ്മീഷൻ ഈ കൊള്ളസംഘത്തെ നേരിട്ട് പ്രൊട്ടക്ട് ചെയ്യുകയാണ് എന്നുള്ളത്. ഈ വോട്ടുകൊള്ളാ ശ്രമം, ഈ കൊലപാതക ശ്രമം നടത്തിയവരുടെ എല്ലാ കൃത്യമായ വിവരങ്ങളും ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്. എന്നാൽ ഈ കുറ്റകൃത്യം ചെയ്തവർ ആരാണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ട തെളിവുകൾ അന്വേഷണ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ട് ഇതുവരെയും അത് കൊടുക്കുകയോ അതിന് ഒരു മറുപടി നൽകുകയോ ചെയ്യാൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ തയ്യാറായില്ല. ഇത് ആരാണ് എന്ന് കണ്ടുപിടിച്ചാൽ ഇതിനു പിന്നിലുള്ള കൊള്ളസംഘം ആരാണ് എന്ന് പുറത്തു വന്നാൽ അത് എവിടെ ചെന്നാണ് അവസാനിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുമല്ലോ. അത്ര വലിയ ക്രിമിനൽ കുറ്റകൃത്യമാണ് ഇലക്ഷൻ കമ്മീഷണർ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ നേരിട്ട് നടത്തുന്നത്. അതുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷണറുടെ പേര് നേരിട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞ് ആരോപണം ഉന്നയിച്ച് ഇലക്ഷൻ കമ്മീഷണർ ഈ കുറ്റവാളികളെ സംരക്ഷിക്കുകയാണ് എന്ന്. രാഹുൽ ഗാന്ധി പറഞ്ഞത് തെറ്റാണെങ്കിൽ ഇലക്ഷൻ കമ്മീഷന് അദ്ദേഹത്തിനെതിരെ ഉടനടി നടപടിയെടുക്കാം. എന്നാൽ അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കാതിരുന്നാൽ, ഇതിന് മറുപടി നൽകാതിരുന്നാൽ രാഹുൽ ഗാന്ധി പറഞ്ഞത് 100% ശരിയാണ് എന്ന് അവിടെ തെളിയുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയതുപോലെ ഇത് ഹൈഡ്രജൻ ബോംബല്ല, മറിച്ച് വരാൻ പോകുന്ന ഹൈഡ്രജൻ ബോംബിന്റെ വെറും ഒരു ട്രെയിലർ മാത്രമാണ്. യഥാർത്ഥ ഹൈഡ്രജൻ ബോംബ് പൊട്ടുമ്പോൾ ഈ രാജ്യത്ത് നടക്കുന്ന വലിയ കൊള്ള എന്താണ് എന്ന്, അതിന് പിന്നിലുള്ളവർ ആരാണ് എന്ന്, അവർ എങ്ങനെയാണ് ഇത് നടത്തുന്നത് എന്ന് എല്ലാവർക്കും ബോധ്യമാവും.
ഓർക്കണം, ഇതിൽ ഇലക്ഷൻ കമ്മീഷണറെ രാഹുൽ ഗാന്ധി നേരിട്ട് കുറ്റപ്പെടുത്തുകയാണ്. അദ്ദേഹം കൊള്ളക്കാരെ സംരക്ഷിക്കുകയാണ്, കുറ്റവാളികളെ സംരക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞ്. എന്നാൽ നോവുന്നത് മുഴുവൻ BJPക്കാണ്. BJPയുടെ എല്ലാ മുഖ്യമന്ത്രിമാരും നേതാക്കളും നൂറുകണക്കിന് പ്രസ്താവനകളാണ് സോഷ്യൽ മീഡിയകളിലൂടെ പോസ്റ്റ് ചെയ്യുന്നത്. അതിൽ നിന്ന് തന്നെ വ്യക്തമാണല്ലോ BJPയുടെ അവരുടെ നേതാക്കളെ ആരെയും തൊടാതെ ഇലക്ഷൻ കമ്മീഷനെ മാത്രം പ്രതിയാക്കിക്കൊണ്ട് രാഹുൽ ഗാന്ധി ഈ നടത്തിയ പത്രസമ്മേളനത്തിന് മറുപടിയായി കോഴി കട്ടവന്റെ തലയിൽ പപ്പ് എന്ന് പറഞ്ഞതുപോലെ തുരുതുരെ പ്രസ്താവനകളുമായി എത്തുന്ന BJPക്കുള്ള വെപ്രാളം. എന്തിനാണ് അവർ വെപ്രാളപ്പെടുന്നത്? കാരണം ഇവിടെ രാഹുൽ ഗാന്ധി BJPയെ അല്ല, മറിച്ച് ഇലക്ഷൻ കമ്മീഷണറെ മാത്രമാണ് കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. അതിന്റെ കാരണം കോഴി കട്ടവന്റെ തലയിൽ പപ്പുണ്ട് എന്ന് പറയുമ്പോൾ തലയിൽ തപ്പി നോക്കുന്നവരാണ് യഥാർത്ഥ കള്ളന്മാർ എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്?